നമ്മളുടെ ഒ പികളിൽ വളരെ കൂടുതലായി കാണപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് GERD അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്നുള്ളത്. കഴിക്കുന്ന ആഹാരം ആമാശയത്തിലെ അന്നരസത്തോടൊപ്പമോ അല്ലാതെയോ അന്നനാളത്തിലേക്ക് കയറി വരുന്നൊരവസ്ഥയാണ് ഈ GERD എന്ന് പറയുന്നത്. എന്താണ് ഈ GERDയുടെ കാരണങ്ങൾ? അധികമായി കഴിക്കുന്ന എരിവും പുളിയുമുള്ള ആഹാരങ്ങൾ, അധികമായുള്ള ചായ, കോഫി എന്നിവയുടെ ഉപയോഗങ്ങൾ, ഫ്രൈഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ, പുകവലി, മദ്യപാനം, ആഹാരം കഴിച്ച് ഉടനെ തന്നെ കിടന്നുറങ്ങുക, ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് GERD ഉണ്ടാകുന്നു. അതേപോലെ തന്നെ ഹയാറ്റസ് ഹെർണിയ പോലുള്ള കണ്ടീഷൻസ്, ആമാശയത്തിനും അന്നനാളത്തിനും ഇടയിലുള്ള വാൽവിനുണ്ടാകുന്ന തകരാറുകൾ, ഇതെല്ലാം ഈ രോഗത്തിൻ്റെ ഒരു കാരണമായി മാറുന്നുണ്ട്. ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തൊണ്ടയിലും നെഞ്ചിന്റെ ഭാഗത്തും അതികഠിനമായിട്ടുള്ള പുകച്ചിലും പുളിച്ച് തികട്ടി മുകളിലേക്ക് വരുന്ന ഒരവസ്ഥയും, വിശപ്പുണ്ടെങ്കിൽ കൂടിയും ആഹാരം കഴിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയും ഒക്കെയാണ് ഇതിനകത്ത് നമുക്ക് സാധാരണ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന ചുമ, അതായത് ആഹാരം മുകളിലേക്ക് തികട്ടി വരുന്നത് കൊണ്ട് തന്നെ അത് തൊണ്ടയിൽ തടഞ്ഞ് ചുമ ഉണ്ടാകുന്നതും ഇതിനകത്ത് സാധാരണയായിട്ട് കാണപ്പെടാറുണ്ട്. ഈ രോഗത്തെ കൃത്യമായ സമയത്ത് കണ്ട് അത് ചികിത്സിച്ചില്ലെങ്കിൽ ആ രോഗം പലപ്പോഴും പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ചും അന്നനാളത്തിലുണ്ടാക്കുന്ന വീക്കം, അന്നനാളം ചുരുങ്ങിപ്പോവുക, അതേപോലെ തന്നെ പല്ലിന് ഉണ്ടാകുന്ന പുളിപ്പും പല്ലിനുണ്ടാകുന്ന തേയ്മാനം, അതായത് ടൂത്ത് ഇറോഷൻ പോലുള്ള കണ്ടീഷൻസ്, ഈവൻ ക്യാൻസർ വരെയുള്ള അവസ്ഥയിലേക്ക് ഈ രോഗം എത്തിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതും, മുമ്പ് പറഞ്ഞ കാരണങ്ങൾ മാക്സിമം ഒഴിവാക്കിയാൽ തന്നെ ഈ രോഗത്തെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നിട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സേവനം സ്വീകരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അത് പല കോംപ്ലിക്കേഷൻസിനും കാരണമാകുകയും ചെയ്യും.